ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി പറയുന്നുണ്ട്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, നേരത്തെ നിയമപരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് വാദം. കാരണം SITയുടെ ഭാഗത്ത് അത്തരമൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്തായിരുന്നു വാദങ്ങൾ? അതിന് എതിർവാദമായി SIT കോടതി ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം മാർച്ച് ചെയ്യുന്നത്. എന്നാൽ 90 ദിവസം കഴിഞ്ഞിട്ടും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. എന്നാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ കർശന ഉപാധികളോടെ ആയിരിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പത്തനംതിട്ട ജില്ലയിലോ കേരളത്തിന് പുറത്തോ പോകാൻ പാടില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങളെല്ലാം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്നലെയാണ് നടന്നത്. വിശദമായ വാദം കേട്ട കോടതി വിധി പറയുന്നതിനായി ഇന്നേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും നിലവിൽ ദ്വാരപാലക, കട്ടളപ്പള്ളി എന്നീ 2 കേസുകളാണ് പോറ്റിക്കെതിരെ ഉള്ളത്. ഇതിൽ ദ്വാരപാലക കേസിലാണ് ജാമ്യം ലഭിക്കാൻ സാധ്യത. ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു കേസ് കൂടി നിലവിലുണ്ടായതിനാൽ പോറ്റിക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുകൂടിയുണ്ട്. മുൻപും ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിനായി ഹർജികൾ സമർപ്പിച്ചിരുന്നു. അതെല്ലാം തന്നെ വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്ത്രി കണ്ഠര് രാജീവർക്കായുള്ള SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് നാളെ പരിഗണിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക കേസിൽ ജാമ്യ ഹർജിയിൽ വിധി പറയും. ശരി വിനീഷ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ 3 കേസുകളുണ്ട്, 3 ബലാത്സംഗ കേസുകളുണ്ട്. ഇതിൽ ആദ്യ കേസിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ച കേസാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആദ്യ ബലാത്സംഗ കേസിൽ മറ്റു ചില മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, വിശദാംശങ്ങൾ. ഡാനി, കേൾക്കാമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ബലാത്സംഗ കേസ്, അതെ, അതാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. രഞ്ജിത്ത്, ഇന്ന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഇതിൽ പ്രധാനമായും തന്നെ മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയുണ്ട്. ഈ വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെ എതിർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും നേരത്തെയും ചൂണ്ടിക്കാണിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കാണിക്കുന്നത്. ഇതിൽ സമാന സ്വഭാവമുള്ള മറ്റ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി SIT ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.